ദീപപ്രജ്വാലനം.
കുറിച്ച് ചിന്തിക്കുകയും ഈ നാടിനെ സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് വളരുന്ന ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ള കർത്തവ്യം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ വിദ്യാനികേതൻ. കേരളത്തിൽ നിരവധി വിദ്യാലയങ്ങൾ ഭാരതീയ വിദ്യാനികേതനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട CBSE വിദ്യാലയങ്ങളിലെ തെരഞ്ഞെടുത്ത 20ഓളം വിദ്യാലയങ്ങളിലെ 250 വിദ്യാർത്ഥികളുടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന, അടുത്ത വർഷം 10ാം ക്ലാസ്സിൽ വലിയൊരു പരീക്ഷയെ അഭിമുഖീകരിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിലെയും ശരീരത്തെയും ബുദ്ധിയെയും നേരെ നിർത്താൻ വേണ്ടി നാം ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് നമ്മുടെ വികാസ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്യാമ്പ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വൈദേശിക ചിന്തകളെ പോലെ ഏതെങ്കിലും ഒരു പുതിയ ആശയത്തെയോ ആദർശത്തെയോ ഒരു വികസനത്തെയോ അവരുടെ മനസ്സിൽ ഉണ്ടാക്കാതെ സ്വന്തം മനസ്സിലുള്ള ഹൃദയത്തിന്റെ അന്ധകരണത്തിൽ സ്ഫുരിക്കുന്ന ആ ആശയത്തെ, ആ ദീപത്തെ, ആ ലക്ഷ്യത്തെ, ആ ലക്ഷ്യപ്രാപ്തിയുടെ ബോധത്തെ വികസിപ്പിക്കുക, വളർത്തുക, അതിനെ ഒന്ന് ആളിക്കത്തിക്കുക. ഇത് മാത്രമാണ് നമ്മുടെ സിദ്ധാന്തം, നമ്മുടെ ചിന്ത. അതേ ധാരയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ വികാസ് 2007 എന്നുള്ള നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്യാമ്പ് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചത്. ഇഷ്ട വ്യക്തികളെ സർവോപരി തന്റെ പവിത്ര കരങ്ങളാൽ ഈ പരിപാടിയെ ഉദ്ഘാടനം ചെയ്ത് ധന്യമാക്കി തന്ന മാന്യ വ്യക്തികളടക്കം എല്ലാവരെയും സ്വാഗതം ചെയ്യുക, പരിചയപ്പെടുത്തുക എന്നുള്ള കർത്തവ്യമാണ് എന്റേത്. ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ബഹുമാന്യ ജില്ലാ കളക്ടർ ഡോക്ടർ M. ബീന IAS അവരാണ്. പറഞ്ഞ പോലെ തന്നെ നിരവധി പരിപാടികളുടെ തിരക്കിനിടയിലും താൻ ഏറ്റെടുത്ത കർത്തവ്യബോധം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഏകദേശം കൃത്യസമയത്ത് തന്നെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന് പദ്ധതിയും കൊടുത്തി ഈ പരിപാടിയെ ധന്യമാക്കിയ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ വർഷം തൃശൂർ ജില്ലയിൽ ചാർജ് എടുത്ത, നമുക്കറിയാം, ഒരു ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയുടെ ഭരണത്തിന്റെ മുഴുവൻ ചുക്കാൻ പിടിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാകാൻ സാധിക്കും, ആ ബന്ധം ഉൾക്കൊള്ളിക്കാൻ സാധിക്കും എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ തൃശൂർ ജില്ലയിൽ വിജയിച്ച ഏക കളക്ടർ അത് ബഹുമാന്യ ഡോക്ടർ M. ബീന അവർ തന്നെ. സംസ്ഥാനത്തെ നിരവധി ചുമതലകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ്, കഴിഞ്ഞ വർഷം മുതലാണ് തൃശൂർ ജില്ലയുടെ കളക്ടറായിട്ട് ചാർജ് എടുത്തത്. ഇന്ന് ഈ തൃശൂർ ജില്ലയിൽ അകത്തും പുറത്തും എല്ലാവരും അറിയപ്പെടുന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ്. അദ്ദേഹത്തെ തന്നെ ഈ പവിത്ര ചടങ്ങിന് നമുക്ക് ലഭിച്ചത് നമ്മുടെ സൗഭാഗ്യമായിട്ട് കരുതാം. അതുകൊണ്ട് തന്നെ CBSE വിദ്യാനികേതൻ നമ്മുടെ മുഴുവൻ മനസ്സിലുള്ള അദ്ദേഹത്തിന്റെ സ്വാഗതത്തിന്റെ പൂച്ചിന്തകൾ നാം അദ്ദേഹത്തിന്റെ നിർപ്പാദങ്ങളിൽ സവിനയം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സവിനയം കൊണ്ട് പ്രവർത്തിക്കുന്ന ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. ഈ വിവേകാനന്ദ ട്രസ്റ്റിന്റെ ആദ്യം മുതൽ ഈ കാലം അത്രയും നമ്മളോടൊപ്പം നിന്നുകൊണ്ട് ഇതിന് എല്ലാ പ്രവർത്തനത്തിനും ഒപ്പം നിന്ന് പ്രവർത്തിക്കുകയും ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ ട്രസ്റ്റിന്റെ, വിവേകാനന്ദ ട്രസ്റ്റിന്റെ ഏകദേശം 4 വിദ്യാലയങ്ങൾ, ഈ വിവേകാനന്ദ 3 CBSE വിദ്യാലയങ്ങളും 1 എയ്ഡഡ് വിദ്യാലയങ്ങളടക്കം 4 വിദ്യാലയങ്ങളുള്ള ഈ വിവേകാനന്ദ ട്രസ്റ്റിന്റെ ചെയർമാനാണ്. അദ്ദേഹത്തെയും ഞാൻ സഹർഷം സന്തോഷം സ്വാഗതം ആശംസിക്കുന്നു. ട്രസ്റ്റിന്റെ രക്ഷാധികാരിയാണ്, അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവാണ്, കൊടകര സ്വദേശിയാണ്. നമ്മുടെ എല്ലാമായ ശ്രീരാമേട്ടനെയും ഞാൻ സഹർഷം സ്വാഗതം ആശംസിക്കുന്നു. വേണുമാഷ നമ്മുടെ വേദിയിലുണ്ട്. വേണുമാഷയും ഞാൻ നമ്മുടെ കുടുംബത്തിൽ അംഗം എന്നുള്ള നിലയ്ക്ക് തന്നെ പരിചയപ്പെടുത്തുന്നു, സ്വാഗതം ആശംസിക്കുന്നു. ക്ലാസുകൾ എടുത്തു തരുന്ന പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്യാമ്പിന്റെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന CK സുരേഷ്, ചിന്മയ യുവ കേന്ദ്രയുടെ സംസ്ഥാന ഡയറക്ടർ ബോർഡിൽ ഒരംഗമാണ്. അതുകൂടെ ആത്മ ഏകദേശം 3000ഓളം ക്ലാസുകൾ കേരളത്തിനകത്തും പുറത്തുമായി നിരവധി സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും വേണ്ടി ക്ലാസുകൾ എടുത്ത് വളരെ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്ന CK സുരേഷ് അവർ തൃശൂർ സ്വദേശിയാണ്, നമ്മളോടൊപ്പമുണ്ട്. നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി അതിന്റെ കൺവീനർ എന്നുള്ള ചുമതല കൂടി ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുകയും നമ്മുടെ വിദ്യാലയത്തെ കഴിഞ്ഞ 3 കൊല്ലങ്ങൾക്കുള്ളിൽ തന്നെ വളരെ നല്ല രീതിയിൽ അക്കാദമിക് രംഗത്ത് സംസ്ഥാന തലത്തിൽ പെർഫോം ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി തീർത്ത നമ്മുടെ ഈ വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പൽ ദിലീപ് സാറിനെയും ഞാൻ സഹർഷം സ്വാഗതം ആശംസിക്കുന്നു. സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗത്ത് നിന്നും ഇന്നലെ വരുണദേവന്റെ വലിയ അനുഗ്രഹമുണ്ടായിട്ട് പോലും കൃത്യം 2 മണിക്ക് മുമ്പ് തന്നെ സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് എത്തിച്ചേർന്ന എല്ലാവരെയും
ഈ വിദ്യാലയം ഇതിനുവേണ്ടി വിട്ടുകൊടുത്ത വിവേകാനന്ദ ഡയറി ബോർഡ് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. ശ്രീ ശ്രീരാമൻ, സ്വാഗതം ആശംസിച്ച ശ്രീ ശശി, ശ്രീ വേണുഗോപാൽ, ശ്രീ സുരേഷ്, പ്രിൻസിപ്പൽ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും പ്രിയമുള്ള ഭാവിയുടെ വാഗ്ദാനങ്ങളായ പ്രിയമുള്ള കുട്ടികളെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ ഒരു ചടങ്ങാണിത്. സാധാരണ വിദ്യാഭ്യാസം എന്നത് ടെക്സ്റ്റ് ബുക്കുകളിലുള്ളത് പഠിച്ച് അരച്ച് കലക്കി അത് പരീക്ഷയുടെ സമയത്ത് പരീക്ഷാ പേപ്പറിൽ ഛർദ്ദിക്കുന്നതാണ് വിദ്യാഭ്യാസം. പല സ്കൂളുകളും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വിദ്യാഭ്യാസം എന്നത് ഒരു വ്യക്തിയുടെ സർവതോന്മുഖമായ വികസനമാണ് എന്ന തിരിച്ചറിവോടുകൂടി ഇത്തരത്തിലുള്ള ഒരു വ്യക്തിത്വ വികാസ പരിശീലന ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഇതിന്റെ സംഘാടകരെ ആദ്യം തന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഭാരത സംസ്കാരം ലോക നിലവാരത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനം അലങ്കരിച്ചിരുന്ന സംസ്കാരമാണ്. ഏത് മേഖല എടുത്തു നോക്കിയാൽ നമുക്കറിയാം, പണ്ടത്തെ മാത്തമാറ്റിക്സ് എടുത്തു നോക്കുക, സയൻസ് എടുത്തു നോക്കുക, തർക്കശാസ്ത്രം എടുത്തു നോക്കുക, ഫിലോസഫി എടുത്തു നോക്കുക, ആർക്കിടെക്ചർ എടുത്തു നോക്കുക, ഏത് മേഖലയിലും ലോകത്തിൽ മറ്റേത് സംസ്കാരത്തെക്കാളും ഉന്നതമായ രീതിയിൽ ഉയർന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്കാരമായിരുന്നു. അധിനിവേശം കടന്നു കയറിയതോടുകൂടി ഭാരത സംസ്കാരം ഒരു രണ്ടാമതര സംസ്കാരമായി അതിനെ തരം താഴ്ത്തി, ബോധപൂർവമായി അതിനെ തരം താഴ്ത്തി ഒരു സോക്കോൾഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷന്റെ പിന്നാലെ പോയി നമ്മൾ സ്വയം ഒരു അപകർഷതാബോധത്തിന്റെ പിന്നിലേക്ക് അതിലേക്ക് വഴുതി വീഴുകയും നമ്മളുടെ ധൈഷണികമായിട്ടുള്ള ശക്തികൾ, നമ്മുടെ തത്വശാസ്ത്രപരമായിട്ടുള്ള ശക്തികൾ, നമ്മുടെ ആത്മീയമായിട്ടുള്ള ശക്തികൾ അതിനെ തിരിച്ചറിയാതെ ഉള്ളൊരു അപകർഷതാബോധം, അതാണ് നമ്മുടെ വികസനത്തിന്, നമ്മുടെ മുന്നോട്ടുള്ള കാൽവയ്പുകൾക്ക് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത്. അതിന് ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ യുവതലമുറയിലൂടെയാണ് പരിഹാരം കണ്ടെത്താൻ സാധിക്കുക. കാരണം ഇന്നത്തെ കുഞ്ഞുങ്ങളാണ് നാളത്തെ ഭാവി. നമ്മുടെ കുട്ടികളെ വേണ്ട രീതിയിൽ, അത് വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥതലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസത്തിലൂടെ, അല്ലാണ്ട് ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ആണ് വിദ്യാഭ്യാസം എന്നൊരു തെറ്റിദ്ധാരണയിലൂടെ അല്ല, വികാസമാണ് വിദ്യാഭ്യാസം എന്ന തിരിച്ചറിവോടുകൂടിയുള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളിൽ അന്തർലീനമായിട്ടുള്ള കഴിവുകളും വൈഭവങ്ങളും പൂർണ്ണമായി പുറത്തെടുക്കാൻ സാധിക്കും. മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾ ഒരു നല്ല മാനേജറാണ്. പക്ഷെ ഒരു നല്ല മാനേജറും ഒരു നല്ല ലീഡറും തമ്മിലുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. ആ മാനേജർ മാനേജസ് ദ സ്റ്റേറ്റസ് കോ. ഇപ്പോഴുള്ള സമ്പ്രദായത്തെ, ഇപ്പോഴുള്ള സിസ്റ്റത്തിനെ ഏറ്റവും ഭംഗിയായ രീതിയിൽ അതിനെ റെഗുലേറ്റ് ചെയ്തു പോകുന്ന ആളാണ് നല്ല മാനേജറുടെ, ആ ലീഡറിന്റെ. മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, മറ്റുള്ളവരെ നയിക്കുവാനുള്ള കപ്പാസിറ്റി. അതുകൊണ്ട് പിന്നെ ഓരോരുത്തരും അവനവന് വേണ്ടിയല്ല, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി സമുന്നതമായ ഒരു കാഴ്ചപ്പാട്, സമുന്നതമായ ഒരു സ്വപ്നം, അതിനെ മനസ്സിൽ താലോലിക്കുക, അതിനു വേണ്ടി യത്നിക്കുക. എന്നാൽ അടിസ്ഥാനപരമായി ഒരു ലീഡർക്ക് വേണ്ട കഴിവ് അതാണ് ഭാവിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാട്, ഭാവിയിലേക്കുള്ള ഒരു വിഷൻ. ആ നമ്മുടെ മനസ്സിലെ ആ സ്വപ്നത്തിലേക്ക് നമ്മുടെ കൂട്ടാളികളെ കൂടെ അണിചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകലാണ് ഒരു ലീഡറിന്റെ വിജയം. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് നമ്മുടെ കുട്ടികളിൽ നിന്ന് ഇന്ന് ആവശ്യം. നമ്മൾ ഏത് പ്രൊഫഷനിലേക്ക് വരുന്നു എന്നത് അതിനകത്ത് വലിയ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമല്ല. ഏത് പ്രൊഫഷനായാലും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അതിൻ്റെതായ വാല്യൂ ഉണ്ട്. പക്ഷേ ഏത് പ്രൊഫഷനിലാണെന്നതിനപ്പുറത്ത് ഏത് ജോലിയിലൂടെ ആയാലും നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യാൻ ആ ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം നമ്മൾ നമ്മുടെ ഭാവിയെ സമീപിക്കാൻ, നമ്മുടെ ഭാവി പരിപാടികളെ സമീപിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ വിസ്മരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ദേശീയ ബോധം. സാധാരണ ഇൻഡിപെൻഡൻസ് ഡേക്കും റിപ്പബ്ലിക് ഡേക്കും അപ്പുറത്തേക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിന് എന്ത് മെച്ചമുണ്ടാകും എന്ന് നമ്മൾ ആലോചിക്കാറില്ല. ശ്രീ കെന്നഡി പറഞ്ഞതുപോലെ
Do not ask what my nation can do for me, but ask what I can do for the nation. Invite Dr. M. Veena, Honorable District Collector, to receive the blessing as they come of life. ഈ വ്യക്തിത്വ വികസന ശിബിരം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യ ജില്ലാ കളക്ടർ, വേദിയിലെയും സദസ്സിലെയും സഹോദരി സഹോദരന്മാരെ, എൻ്റെ കൊച്ചനിയന്മാരെ, അനിയത്തിമാരെ, നമസ്കാരം. കേരളത്തിൻ്റെ വിവിധ സ്കൂളുകളിൽ നിന്നും 3 ദിവസത്തെ ശിബിരത്തിന് വേണ്ടി എത്തിച്ചേർന്ന നമ്മളൊക്കെ തന്നെ ഭാഗ്യവാന്മാരാണ്. വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ വിദ്യാഭ്യാസം എന്ത് എന്നതിനെ കുറിച്ച് ആരാധ്യയായ ജില്ലാ കളക്ടർ നിങ്ങളുടെ മുമ്പിൽ വിസ്തരിച്ചു കഴിഞ്ഞു. വ്യക്തി നിർമ്മാണം ആണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. ശരീരം, ബുദ്ധി, മനസ്സ് ഇവയുടെ 3ന്റെയും പൂർണ്ണമായിട്ടുള്ള വികാസമാണ് യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസം, യഥാർത്ഥത്തിലുള്ള വ്യക്തി നിർമ്മാണം. അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാൻ സാധിക്കണം. അതിനുവേണ്ടി ഈ ശിബിരം ഉപകരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വന്ദേ മാതരം. എല്ലാവർക്കും സാദര നമസ്കാരം. കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെന്റ് നേടണം എന്നുള്ള ചിന്തയാൽ ഉരുത്തിരിഞ്ഞ 4ാമത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വികാസ് 2007. പഠന കാര്യങ്ങളിൽ മാത്രം നമ്മൾ സ്കൂളിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മുടെ മറ്റുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവാൻ വേണ്ടി നടത്തുന്ന ക്യാമ്പുകൾ നമുക്ക് ഏവർക്കും ഗുണപ്രദമായി മാറണം. നമുക്കിവിടെ നിന്ന് കിട്ടുന്ന കഴിവുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ മാറ്റം നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ടാവണം, രാഷ്ട്രത്തിലുണ്ടാവണം. അങ്ങനെ നല്ലൊരു രാഷ്ട്രം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുന്നു. ഒരുപാട് തിരക്കുകൾക്കിടയിലും നമ്മോടൊപ്പം ചെലവിടാനും നമ്മുടെ ഭാവിയെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാക്കാനും ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യ ജില്ലാ കളക്ടർ ഡോക്ടർ എം. ബീന അവർക്ക് വീണ്ടും നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ഈ ഉദ്ഘാടന സഭയിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിരിക്കുന്നത് നമ്മുടെ ട്രസ്റ്റ് ചെയർമാനും BMS ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ TC സേതുമാധവൻ അവർകളാണ്. അദ്ദേഹത്തെയും BVN CBSEയുടെ പേരിലുള്ള പകവിധമായ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ സദസ്സിനെ ധന്യമാക്കിയ നമ്മുടെ ട്രസ്റ്റ് രക്ഷാധികാരി ശ്രീ PS ശ്രീരാമൻ അവർകളെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ നമ്മുടെ ഈ 3 ദിവസങ്ങളായി നടക്കുന്ന നമ്മുടെ ക്യാമ്പിൽ ചുക്കാൻ പിടിച്ചുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും നല്ലൊരു ക്ലാസ്സുകൾ എടുക്കുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ചിന്മയ യുവകേന്ദ്രയുടെ വൈസ് പ്രസിഡന്റായിട്ടുള്ള ശ്രീ CK സുരേഷ് സാറിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ പ്രത്യേകിച്ചും കുട്ടികൾക്കുണ്ടാവുന്ന ടെൻഷൻ, എക്സാം ഫിയർ എന്നുള്ള വിഷയങ്ങളെ ആധാരമാക്കി നമുക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത് നമ്മുടെ അക്കാഡമിക് കൗൺസിൽ കൺവീനറായിട്ടുള്ള ശ്രീ M. വേണുഗോപാൽ സാറാണ്. അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ വികാസ് എന്ന സ്വപ്നം അല്ലെങ്കിൽ നമ്മുടെ BVN CBSE വിദ്യാലയങ്ങളെ ഏകീകരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളെയും അത്യുന്നത പദവിയിൽ എത്തിക്കുന്നതിന് വേണ്ടി അക്ഷരം പ്രവർത്തിക്കുന്ന BVN CBSE വിദ്യാലയങ്ങളുടെ കോർഡിനേറ്ററായിട്ടുള്ള ശ്രീ ശശി അയ്യഞ്ചർ അവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ
ഈ പ്രോഗ്രാമിൽ എത്തിച്ചേരുകയും ഈ പ്രോഗ്രാം നടത്താൻ വേണ്ടി ഒരുപാട് ദിവസങ്ങളായി കഷ്ടപ്പെടുന്ന അതിനോട് പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയത്തിലെ അധ്യാപകർ അതുപോലെ തന്നെ നമ്മുടെ ട്രസ്റ്റിന്റെ തന്നെ മറ്റു വിദ്യാലയങ്ങളായിട്ടുള്ള ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ, വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ എന്നിവയിലെ സ്റ്റാഫിനെയും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളോടൊപ്പം എക്സ്പോർട്ട് ടീച്ചേഴ്സ് ആയിട്ട് എത്തിയിരിക്കുന്ന അധ്യാപകര്, അതുപോലെ നമ്മുടെ കുട്ടികള്, പിന്നെ കൂടാതെ പ്രത്യേകം ക്ഷണിതാക്കളായിട്ട് എത്തിയിട്ടുള്ള നമ്മുടെ വെൽഫെയർ മാതൃസമിതി അംഗങ്ങൾ എല്ലാവരെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ആക്ഷൻ കാണിച്ചിട്ട് വേണം അടുത്തുള്ളവർ ആക്ഷൻ കാണിക്കണ്ടോന്ന് ഇടയ്ക്ക് നോക്കണം. ഇല്ലെങ്കിൽ 8ാമത്തെ ഐറ്റം വരുമ്പോ നമുക്ക് അതിന് പരിഹാരമുണ്ട്. റെഡി? കാണാല്ലേ? ആരൊക്കെ കാണാത്തെ? പാടില്ല ഉറപ്പുള്ളവർ കൈബന്ധിക്കും. അവര് മുമ്പിൽ വന്ന് നിന്നോളൂ. ആ രണ്ടുപേരും എവിടെ നോക്കാൻ വേണ്ട, അവര് കളിക്കേണ്ടത്. റെഡി? ഒന്നാം നാളുല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞിക്കിളിയെ ഞങ്ങൾ കണ്ടു. ആരെ പറഞ്ഞേ? യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞിക്കിളിയെ ഞങ്ങൾ കണ്ടു.